പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ലുക്ടോ പ്രോമിക്സിന്റെ മറ്റൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ ലൈറ്റിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പഴയ വീട്ടിൽ ഒരു 8 വർഷം മുന്നേ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഒരു കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ എൻ്റെ സ്വന്തം നാട്ടിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം ലൈറ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പുതിയ വീട്ടിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിലുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും ഇതിൻ്റെ സർവീസും അതിൻ്റെ സെയിൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ടീമിനെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം അവരെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തേക്കുക, നിങ്ങളുടെ ഹോളിൽ കിടക്കട്ടെ. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാർക്കോ കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ലൈറ്റിനെ കുറിച്ച്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിൽ PhD ഉള്ള ഒരാൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ടിരിക്കുക. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഫാരൽസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഡിസൈനർ അൻഷാദിനെ ഒന്ന് പരിചയപ്പെടുത്താം. അൻഷാദിനെ പരിചയപ്പെടുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ 8 വർഷം മുന്നേ എനിക്ക് ലൈറ്റുകൾ ഞാൻ ഉപയോഗിച്ച ആളാണ്. ചെറിയ വീടായിരുന്നത്. അവിടെ ഞാൻ ലൈറ്റുകൾ ഉപയോഗിച്ച് എനിക്ക് പൂർണ്ണമായിട്ടും തൃപ്തിയായതുകൊണ്ടാണ്, സംതൃപ്തി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് വിട്ടതും അവരെ ഇവിടേക്ക് ക്ഷണിച്ചതും. അൻഷാദ് എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അൻഷാദ് എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. ഞാൻ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ച ആളുകളാണ്. അപ്പോൾ അൻഷാദ് 10 വർഷമായിട്ട് ഈ മേഖലയിലാണെന്ന് അറിയാൻ സന്തോഷം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ? നമ്മള് ഫാരൽസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 10 വർഷത്തോളമായി. നമ്മൾ കൂടുതലും മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് ഒരു 3-4 വർഷമായിട്ട് നമ്മളൊരു സ്വന്തം ബ്രാൻഡ് നെയിമിൽ തന്നെ പ്രൊഡക്ട്സ് ഇറക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പലർക്കും പല പേരിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നെങ്കിൽ നമ്മുടെ പേരിലേക്ക് പ്രൊഡക്ട്സ് ഇതുവരെ പല പേരിൽ വേറെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നത്. അതെ അതെ, പല കമ്പനികൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതൊരു വലിയൊരു പോയിന്റാണ്. കാര്യം എന്താ പറയുക, ആളുകൾ അറിയണം നിങ്ങൾക്ക് ഇനി ചെയ്തു കൊടുക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും വേറെ കമ്പനിക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാൻ ചെയ്യാൻ. ഈ രംഗത്ത് എന്താണ് പഠിച്ചത്? ഞാൻ ആക്ച്വലി ബിടെക് ആണ്. ബിടെക് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് MTech, PhD എടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സിലാണ് PhD. ആളുകൾ വിചാരിക്കും ഞാൻ എൻ്റെ കൂടെ ഞങ്ങൾ പ്രൈമറി ക്ലാസ്സിലാണ് ഒന്നിച്ച് പഠിച്ചത്. അതിനുശേഷം അഞ്ചാനെ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും 2 വഴിക്കായിട്ട് തിരിച്ചു പോയി. ഓക്കെ കണ്ടിന്യൂ ചെയ്യാം സാറേ. നമ്മുടെ ഈ ഫാരൽസ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ കൊല്ലത്ത് കരുനാഗപ്പള്ളിയാണ്. എനിക്ക് നേരിട്ട് ഒന്ന് കണ്ട് ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്ക് വാങ്ങിച്ചാണ്. എന്താണ് അഡ്വാൻറ്റേജ്? നമ്മുടെ രീതി എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ചെന്നൈയിൽ ഒരു യൂണിറ്റ് ഉണ്ട്. മിഷണറീസ് എല്ലാം അവിടെയാണ്. ചെന്നൈയിൽ ഒരു യൂണിറ്റ് ഉണ്ട്. ചെന്നൈയിലാണ് നമ്മുടെ LED മൗണ്ടിങ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഫിനിഷിംഗ് ഒന്നും അവിടെ ചെയ്യുന്നില്ല. അത് പല ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ മൗണ്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. PCB മൗണ്ടിങ്. ആ LED മൗണ്ടിങ് ചെയ്തതിന് ശേഷം നമുക്ക് അതുപോലെ ബോഡി മാനുഫാക്ചറിങ് എല്ലാം നമുക്ക് ചെന്നൈയിലാണ്. മെഷീൻ വർക്കുകളെല്ലാം അവിടെയാണ്. അതിനുശേഷം നമ്മൾ കൊല്ലം യൂണിറ്റിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ ഫിനിഷിംഗ് വർക്കിലേക്ക് പോകുന്നത്. അതായത് പ്രൊഡക്റ്റ് ഫിനിഷ് ചെയ്യുക, അതിനുശേഷം പാക്കേജിങ്, പ്രിന്റിങ്, അതെല്ലാം നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതെ, ഇത് വാങ്ങിക്കുന്ന ആളുടെ ഒരു ഗുണനിലവാരം ഞാൻ പറഞ്ഞു. ഇനി എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്? അതായത് നമ്മളിപ്പോ ഒരു കുറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിയാൽ സാധാരണ ഒരു കുറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് 6 മാസം അല്ലെങ്കിൽ മാക്സിമം 1 വർഷമാണ് അതിനൊരു ലൈഫ് കിട്ടുക. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ബ്രാൻഡ് ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ പേരുകളിൽ വരുന്ന പ്രൊഡക്ട്സിന്റെ പ്രശ്നം എന്ന് പറയുന്നത് 6 months to 1 year ആണ് അതിന്റെ കാലാവധി എന്ന് പറയുന്നത്. പ്രൊഡക്ട്സിന്റെ പുറത്ത് 2 year ഒക്കെ അടിക്കുമെങ്കിലും അതിന് ആ ഒരു ക്വാളിറ്റി ഇല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഡ്രൈവേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് കുറഞ്ഞ ഡ്രൈവേഴ്സാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ പവർ ഫാക്ടറിന്റെ ഐസൊലേറ്റഡ് ഡ്രൈവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് അത്രയും ലൈഫ് കിട്ടും. ഗ്യാരണ്ടിയാണ്. അതെ, ഗ്യാരണ്ടി ഉറപ്പാണ്. ഓക്കെ. ഇപ്പം ഇത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ കൊല്ലത്തുകാരാണ്, കരുനാഗപ്പള്ളിക്കാരാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കേരളത്തിൽ എല്ലായിടവും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാനും കേരളത്തിലുടനീളം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മൾ പരീക്ഷിക്കാതെ എന്തായാലും ആൾക്കാർക്ക് മുന്നിൽ വെക്കില്ല. ഇപ്പോൾ ഫാരൽസ് എന്ന് പറയുന്ന ഒരു ലൈറ്റാണ്. ഞാൻ ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ ലൈറ്റ് മാത്രം എടുത്തൊരു വീടാണ് എൻ്റെത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഞാൻ ഓക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഫാരൽസ് എല്ലാവരും അറിയണം. ഈ പുതിയ സ്റ്റാർട്ടപ്പുകളും പുതിയ സംരംഭങ്ങളും എല്ലാവരും അറിയണം. അപ്പം നമ്മുടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ആളുകൾ അറിയട്ടെ, അറിഞ്ഞ് മുന്നോട്ട് വരട്ടെ, കൂടുതൽ ബിസിനസ് കിട്ടട്ടെ. നമ്മൾ കൊടുക്കുന്ന ഒരു അഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ മുടക്കുന്ന പണത്തിന് ഇപ്പോൾ ഒരു ബ്രാൻഡഡ് പ്രോഡക്ട്സ് നമ്മൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അഡ്വർടൈസ്മെന്റ്, അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എല്ലാം അതിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് ആ ക്വാളിറ്റി അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയ ക്വാളിറ്റിയിൽ അതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. ഓക്കെ. അന്നേരം വേറെ കാര്യങ്ങൾ പറയാം. ഈ ഫാരൽസ് എന്ന് പറയുന്ന ലൈറ്റ് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ തയ്യാറാണെന്നെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. കൂടാതെ വേറെ പേരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരിൽ
അവരടിച്ച് റെഡിയാക്കി തരും. ആ ലൈറ്റുകളെല്ലാം നിങ്ങൾക്ക് അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിലവിൽ സെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും അല്ലേ? അതെ അതെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് നിലവിൽ നമുക്ക് 10 ജില്ലകളിൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നിലവിലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇനി 4 ജില്ലയുടെ ബാക്കിയുണ്ട്. അതെ അതെ, 4 ജില്ലകൾ ബാക്കിയുള്ളൂ. പിന്നെ ഡീലർഷിപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഡീലർഷിപ്പ് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ 4 ജില്ലയിൽ ഡിസ്ട്രിബ്യൂഷൻ പറ്റാത്ത ആൾക്കാർ, ഡിസ്ട്രിബ്യൂഷൻ സ്വാഭാവികമായിട്ടും ഒരു ലാർജ് ക്വാണ്ടിറ്റി ആണ്. ഒരു ഷോപ്പുള്ള ആളിന് അവർക്ക് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ കൊടുക്കാം. അതുപോലെ ഒരു കസ്റ്റമർ ഒരാൾക്ക് വീട് വെക്കണമെങ്കിൽ അവർക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അവർ നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് നമ്മളത് സപ്ലൈ ചെയ്യും. ശരി. നമ്മുടെ കേരളത്തിൽ ഇന്ന് ലൈറ്റിൻ്റെ ഒരു വലിയ ഉപയോഗമുണ്ട്. കാരണം ഈ ലൈറ്റ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ കാരണമായത് തന്നെ ലൈറ്റ് നമുക്ക് കറണ്ട് ബില്ലിൽ ഒരു വലിയ കുറവ് വന്നതുകൊണ്ടാണ്. LED ലൈറ്റുകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് ഒരുപാട് കുറവ് വരും. നമ്മൾ പുതിയ പുതിയ ഡെവലപ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലൈറ്റുകൾ ഇങ്ങനെ ഈ രീതിയിൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടിന് ചുറ്റും അലങ്കാര ലൈറ്റുകളൊക്കെ ഇട്ട് ആ വീടിനെ കാണാൻ തന്നെ വല്ലാതെ ഭംഗിയാണ്. പക്ഷെ നമ്മൾ ലൈറ്റുകൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല. ഈ ലൈറ്റുകളൊക്കെ എപ്പോഴും ഉപയോഗിക്കണം. ഉപയോഗിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യണം. ആ അത്തരം വലിയ വലിയ ഇവന്റുകളിലും ഒക്കെ നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ വീട്ടിലെ ലൈറ്റുകളൊക്കെ അത്യാവശ്യം ഉപയോഗിക്കണം. നമുക്ക് ഫാരക്സിന്റെ വാറന്റിയെ കുറിച്ചാണ് അറിയേണ്ടത്. നമുക്ക് കൺസീലിൽ പോകുന്ന ജിപ്സത്തിനകത്ത് പോകുന്ന ലൈറ്റുകൾ, ജിപ്സിനകത്ത് പോകുന്ന ഐറ്റംസിലെല്ലാം 2 ഇയർ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ഔട്ട്ഡോർ പോകുന്ന ലൈറ്റുകളുണ്ട്, അത് 1 ഇയർ ആണ്. നമ്മൾ വാറണ്ടി നമുക്ക് ആക്ച്വലി 2 ഇയർ അല്ല, നമുക്ക് 3 ഇയറോ 4 ഇയറോ കൊടുക്കാം. പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നമുക്ക് 2 ഇയർ കൊടുക്കാൻ സാധിക്കും. അത് നമ്മുടെ എല്ലാ കമ്പനികളും പാലിക്കുന്ന ഒരു മാനദണ്ഡം അതാണ്. 2 വർഷമാണ് വാറണ്ടി തരാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ എല്ലായിടത്തും സെയിൽസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അവർ മാറ്റിത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ലൈറ്റുകളൊക്കെ ഇനി പിശുക്കത്ര ഇല്ലാതെ ഇടാൻ പറ്റും. ഒരുപാട് വാട്സ് വേണം അല്ലേ? ഇപ്പോൾ വരുന്ന ലൈറ്റുകൾക്ക് ലൂമിനും കൂടുതലാണ്. ഇപ്പോൾ ഒരു 8 നേരത്തെ എന്ന് പറഞ്ഞാൽ 100 ലൂമിൻ പെർ വാട്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ലൈറ്റുകൾക്ക് 160 ലൂമിനാണ്, 160 ലൂമിൻ. നോർമലി കമ്പനികളുടെ അവൈലബിൾ ആയിരിക്കും. ലൂമിൻ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ് അളക്കുന്നതിന്റെ അളവ് പോലെയാണ് ലൂമിൻ എന്ന് പറയുന്നത്. നേരത്തെ 100 വാട്ടേ വരുന്നത്, ഒരു വാട്ടിൽ 100 ലൂമിനെ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് 120 ലൂമിനാണ് കോമൺ ആയിട്ട് കമ്പനീസ് ചെയ്യുന്നത്. നമ്മുടെ ലൈറ്റിൽ 160 ലൂമിനാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചം കൂടുതലാണ്. നമ്മുടെ ഫാരക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റുകളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു സാധനമാണ് ലൈറ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ. എന്താണ് ലൈറ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ? എനിക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണോ? അതായത് നമ്മൾ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമേഷൻ പ്രൊഡക്ഷനെ കുറിച്ചും കൂടെ ചിന്തിച്ചു തുടങ്ങി. ഇപ്പം നമുക്കറിയാം എല്ലാ വീടുകളിലും ഇപ്പോൾ പുതിയ വീടുകൾക്കൊക്കെ നമുക്ക് കുറേ ഓട്ടോമേഷൻ ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഔട്ട്ഡോർ ലൈറ്റുകൾ ഇപ്പോൾ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഔട്ട്ഡോർ ലൈറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈമർ സ്വിച്ചുകൾ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ടൈപ്പ് ടൈമർ സ്വിച്ചാണ്. ടൈമർ സ്വിച്ചാണ്. യെസ് യെസ്. ഇത് ഒരു MCBയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന നമ്മുടെ ഔട്ട്സൈഡ് ലൈറ്റുകളെല്ലാം കൂടെ നമുക്കൊരു ഈ ഒരു ഇതിലോട്ട് സെറ്റ് ചെയ്ത് MCB സ്വിച്ചാണ്. MCB ഓട്ടോമാറ്റിക് സ്വിച്ചാണ്. നമുക്ക് ടൈപ്പ് സെറ്റ് ചെയ്യാം. നിലവിലുണ്ടല്ലോ സംഭവം. ടൈപ്പ് സെറ്റ് ചെയ്യാം. അതെ, ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഔട്ട്സൈഡ് ഇത് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് അല്ലേ? അതെ അതെ, ഇത് സ്വന്തം പ്രോഡക്റ്റ് ആണ്. ഇത് ഫുൾ നമുക്ക് നമ്മുടെ ഔട്ട്സൈഡ് ഇതിന്റെ നമുക്ക് ഇടയ്ക്ക് കയറി പറയുന്നുള്ള നമുക്ക് വാട്ടർ ടാങ്ക് ഇടാനുള്ള. അതെ അതെ, ഞാൻ പറഞ്ഞിരുന്നത് വാട്ടർ ലെവൽ കൺട്രോൾ. വാട്ടർ ലെവൽ കൺട്രോൾ. അതെ അതെ, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധാരണ ഇലക്ട്രീഷ്യൻ പറഞ്ഞത് ഇതുപോലുള്ള പ്രൊഡക്ട്സുകൾ മാർക്കറ്റിൽ വളരെ കൂടുതലും കുറച്ച് പണി കൂടുതലാണ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഞാൻ റിയാസിന്റെ അത് പറഞ്ഞു വെച്ചാൽ റിയാസ് അതിനെക്കുറിച്ച് അത്യാവശ്യമായിട്ട് എനിക്ക് വേണം. ഇത് എന്താ പറയുക, നമ്മള് ഓർക്കില്ല എപ്പോഴെങ്കിലും മോട്ടർ വെള്ളം തീരുമ്പോഴായിരിക്കും അറിയുന്നത്. ചിലപ്പോൾ ആ സമയത്ത് കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ സെറ്റ് ചെയ്താൽ ഇത് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കല്ല, വീട്ടുകാരന് പറ്റുമോ ഈസി ആയിട്ട് ചെയ്യും? വീട്ടുകാരെന്ന് വെച്ചാൽ ഇലക്ട്രീഷ്യന്മാർക്കേ പറ്റുള്ളൂ. സാധാരണ ഇത് മാർക്കറ്റിൽ വരുന്നതെന്ന് പറഞ്ഞത് കമ്പനി തന്നെ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ് വരുന്നത്. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു ഇലക്ട്രീഷ്യൻ സെറ്റ് ചെയ്യും. കാര്യം 3 സെൻസർ ഔട്ടുള്ളൂ. പിന്നെ അതെ 3 സെൻസർ ഔട്ടേ ഉള്ളൂ. ബാക്കി ചെയ്യുന്ന സമയത്ത് ലൈൻ വലിച്ച് മോളിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇലക്ട്രിക്കൽ ആള് ഇതൊക്കെ വലിച്ച് വീണിട്ടുണ്ട്. അപ്പൊ ഈ സാധനം ഞാൻ എടുത്തല്ലോ, ബാക്കിയെല്ലാം നിങ്ങൾ ഇവിടുന്ന് വർക്കിക്കൊണ്ട് പോയിക്കോ. ഈ സാധനം ഡിവൈസ് മാത്രം നമുക്ക് സെറ്റ് ചെയ്താൽ മതി. ഇതിന് കുറച്ച് പ്രത്യേകതകളും കൂടെ സാധാരണ മാർക്കറ്റിലുള്ളതിനേക്കാളും ഇതിന് കുറച്ച് പ്രത്യേകതകളും കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ കൂട്ടത്തില് അതായത് നമുക്ക് ഓവർ വോൾട്ടേജ് ലോ വോൾട്ടേജ് വന്നെന്ന് വിചാരിക്കാം. ആ സമയത്ത് ഇത് ഔട്ട് കട്ട് ചെയ്തു.
കട്ട് ചെയ്ത് കൊടുക്കും. എന്നുവെച്ചാൽ ഔട്ട് വരില്ല, മോട്ടർ ഓൺ ആവില്ല. ലോ വോൾട്ടേജിൽ ഓൺ ആവത്തില്ല, ഹയർ വോൾട്ടേജ് ആണെങ്കിൽ ഓൺ ആവത്തില്ല. ഓവർ ലോഡ് വന്നാലും ഓൺ ആവത്തില്ല. മോട്ടറിന് സേഫ്റ്റിയാണ്. അതെ. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ നമ്മള് വീട്ടിലില്ലാന്ന് വിചാരിക്കാം, രാത്രി നമ്മൾ പുറത്തെവിടെയും പോയിരിക്കുകയാണ്, സാധനം മോട്ടർ ഓണായി, എലി വല്ലതും വന്ന് നമ്മുടെ സെൻസർ കട്ട് ചെയ്തെന്ന് വിചാരിക്കാം, എന്തായാലും സംഭവിക്കുന്നത് ഒന്നെങ്കിൽ മോട്ടർ ഫുൾ ഓൺ ആയി കിടക്കും, അല്ലെങ്കിൽ മോട്ടർ വർക്ക് ചെയ്തേ അല്ലെ. മോട്ടർ ഫുൾ ഓൺ ആയി കിടന്നാൽ ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടേ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് എല്ലാം ഈ മൊത്തം പോകുന്ന രീതിയിലുള്ള വെള്ളം മൊത്തം പുറത്ത് പോകുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ്. ഇതിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ടൈം 20 minutes ആണ്. ഈ 20 minutes കഴിഞ്ഞാൽ ഇനി എന്ത് സെൻസർ എന്ത് സംഭവിച്ചാലും 20 minutes കഴിഞ്ഞാൽ മോട്ടർ അപ്പൊ ഞാൻ അടുത്ത നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത ഒരു വീഡിയോ കൂടെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കും, എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു. അപ്പൊ പാരൽസിന്റെ ഞാനൊരു പ്രൊഡക്റ്റ് കൂടെ വാങ്ങിക്കുകയാണ്. പാരൽസിന്റെ ഈ ഓട്ടോമേഷൻ കൺട്രോളർ വാങ്ങിക്കുകയാണ്. വെള്ളത്തിന്റെ മക്കളുമാർക്ക് ചിലപ്പോൾ കുളിക്കാൻ കയറുന്നത് വെള്ളം കാണത്തില്ല, രക്ഷ കൊടുക്കാനാണ് ആൾ. ഇപ്പൊ 4 പിള്ളേരുണ്ട്, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ചെറിയ ടാങ്ക് ആകുന്നത്, അപ്പോൾ ടാങ്കൊക്കെ ഒന്ന് മാറണം. അപ്പൊ അതുവരെ നമുക്ക് ഈ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓൺലൈനെ കുറിച്ച് അറിയണം. ഓൺലൈനെ കുറിച്ച് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ആമസോൺ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ ആമസോൺ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓക്കെ. ഈ സാധാരണ ആളുകൾക്ക് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും. ഓക്കെ. അപ്പം സ്വിച്ച് ഇട്ടാൽ ഉറപ്പായിട്ട് ലൈറ്റ് കത്തും. തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകൾ തിളങ്ങും. അതുപോലെ എൻ്റെ വീട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ അൻഷാദിൻ്റെ ഈ സംരംഭം മുന്നോട്ട് പോകട്ടെ, ഒരുപാട് പേരെങ്കിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ വീടുകളിലേക്കൊക്കെ അൻഷാദിൻ്റെ ലൈറ്റുകളൊക്കെ എത്തിക്കണം. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേരെ, ഒന്നുകൂടെ പറഞ്ഞ് നന്ദി.